ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? വിരുദനഗർ ജില്ലയിലാണ്. സ്ഥലം തിരുച്ചുള്ളി. തിരുച്ചുള്ളി എന്നൊരു ഗ്രാമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതാണ്. ഇതും ഒരു വളരെ വിചിത്രമായൊരു ഗ്രാമമാണ്. നീ വിചിത്രമായ ഗ്രാമങ്ങളിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. വിചിത്ര ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. കഴിഞ്ഞ യാത്രയെ നമ്മുടെ മധുരയുടെ ഒരു വിചിത്രമായ ഗ്രാമത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അതെ, ചെരുപ്പിടാത്ത ആൾക്കാരുടെ ഗ്രാമം. അതെ, അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാർ അതൊന്ന് കാണുക. അതും വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു വിചിത്രമായ ഒരു ഗ്രാമമാണ്. അതുപോലെ തന്നെ, പക്ഷെ അത്ര വിചിത്രമൊന്നുമല്ല. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ ഒന്നടങ്കം ഉപേക്ഷിച്ചു പോയി. അതിന്റെ പിന്നിൽ ഒരു സംഭവ ബഹുലമായ കഥയുണ്ട്. ആണോ? തീർച്ചയായിട്ടും. അപ്പോൾ വിചിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അനിൽ സാറേ, എന്താണ്? എന്തൊരു ചൂടല്ലേ? പിന്നെ ചൂടുകാലം അല്ലേ? പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത്? തമിഴ്നാട്ടിൽ. പിന്നെ എങ്ങനെ ചൂട് ഇല്ലാതിരിക്കുന്നത്? അതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാമത്തിലെ കണ്ടില്ല, അവസ്ഥകളൊക്കെ കണ്ടില്ലേ? മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകൾ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വീട് പൂർണ്ണമായിട്ടും നശിച്ചില്ലെങ്കിലും ഒരു 90% നശിച്ചിട്ടുണ്ട്. 10% ബാക്കിയുണ്ട്. വർഷങ്ങളായെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് വർഷമായി. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ട്, ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിരിക്കുക. പിന്നെ ആ ഭാഗത്ത് കുറേ വീടുകളുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തണൽ തിരിക്കാം. ഇല്ലെങ്കിൽ എന്താ പറയുക, ഡീഹൈഡ്രേഷൻ സംഭവിച്ച് നമ്മളിവിടെ കുഴഞ്ഞു വീഴും. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഒരു സ്ഥലം ഉണ്ടെങ്കിലേ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു കൊടുക്കാം. സംഭവബഹുലമായ കഥയുണ്ടെന്നല്ലേ? പിന്നെ ആ കഥയൊന്ന് എല്ലാവരും അറിയണ്ടേ? അതെ, അത് പറയണമെങ്കിൽ തണൽ വേണം. പിന്നെ തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഇവിടെ ഒരു തണൽ കാണുന്നല്ലോ. നമുക്ക് ഇവിടെ നിന്ന് കഥ പറഞ്ഞാലോ? ഇവിടെ നിന്ന് ഈ ഗ്രാമത്തിൻ്റെ കഥ പറയാം. തലയിടിക്കണ്ട. മുകളിൽ ഈ വീടൊക്കെ പൂട്ടിക്കിടക്കാം കേട്ടോ. എല്ലാവരും പൂട്ടി പോയിരിക്കുക. ഒരാശ്വാസമായില്ലേ തള്ളത്തെത്തിയപ്പോൾ? വലിയൊരു ആശ്വാസം. കൊടയൊന്ന് ചാരട്ടെ. ഈ ഗ്രാമത്തിലെ ആൾക്കാർ ഉപേക്ഷിച്ച് പോയില്ലെങ്കിൽ അതിശയമുള്ളൂ. ഒരുമാതിരി ചൂടല്ലേ നമുക്ക് തന്നെ. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ഉപേക്ഷിച്ചുകൊണ്ട് വന്നാൽ ഉപേക്ഷിച്ചുകൊണ്ട് അറിയാലോ, തൂത്തുക്കുടി ഭാഗത്തൊക്കെ ഉള്ള ഇതിപ്പോൾ കുറച്ച് ഒരു 100 കിലോമീറ്റർ മാറിയ തൂത്തുക്കുടിയാണ് ഈ ഭാഗത്ത്. ശരിയാ. അറിയാലോ തൂത്തുക്കുടിയിലെ ചൂട്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ നമുക്കിപ്പം ചുറ്റും നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അധികം മരങ്ങളില്ല. മറ്റേ ആ കരിവേലച്ചെടി ഉണ്ടല്ലോ, മഞ്ഞ കരിവേല എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. തമിഴ്നാട് മൊത്തം വ്യാപിച്ചിരിക്കുകയാണ്. അതിന് വെട്ടി നശിപ്പിച്ചാലും ഇത് വന്നുകൊണ്ടിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വഴിയിലൊക്കെ നമ്മൾ കണ്ടില്ലേ കുറേ ആൾക്കാർ മാടുകളെ വളർത്തുന്നത്. ഈ സാധനം അതിന്റെ ഫലം കഴിച്ചതിന് ശേഷം ഇത് കാഷ്ടിച്ചിടുമ്പോൾ പിന്നെ പുതിയ വിത്തുകൾ വന്ന് പിന്നെ ഇതുപോലെ ചെടികളായി മാറും. ഇതൊരു വലിയ ശല്യമാണ് തമിഴ്നാട്ടുകാർക്ക്. കാരണം വെച്ചാൽ വ്യാപകമായിട്ട് ഇത് പടർന്നു പിടിച്ചിട്ട് അവരുടെ കൃഷിഭൂമിയിലൊക്കെ ഇത് വരുന്നുണ്ട്. ഇതിനാന്ന് വെച്ചാൽ വെള്ളവും വളവും വലിച്ചെടുക്കും. ആക്ച്വലി ഇതൊരു ആരിഡ് സോണിലൊക്കെ വളരുന്ന ഒരു മരമാണിത്. മരമെന്ന് പറയാൻ പറ്റില്ല, കുറ്റിച്ചെടി പോലെ മുൾച്ചെടിയാണ്. അതെ. എവിടെ നോക്കിയാലും ഇത് തന്നെ കാണാനുള്ളത്. നമ്മൾ വരുന്ന വഴിയെല്ലാം ധാരാളം കണ്ടില്ലായിരുന്നോ? നമ്മൾ വരുന്ന വഴിയുടെ അപ്പൊ എന്തായാലും ഈ ഒരു ഗ്രാമത്തിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ വരുന്ന വഴി എത്ര ദൂരമായിട്ട് വിജനമായിട്ട് കിടക്കുന്നത് അല്ലേ? നമ്മൾ അങ്ങ് ഡ്രൈവ് ചെയ്തിട്ട് അങ്ങ് എത്തുന്നില്ല. ശരിക്കും ഇത്രയും ഉള്ളിൽ ഒരു ഗ്രാമം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ആലോചിക്കുന്നത്, ഇത്ര ഒരു ഉൾപ്രദേശത്ത് ഒറ്റപ്പെട്ട് ഇങ്ങനെ ഒരു ഗ്രാമം, ആൾക്കാർ എങ്ങനെ ഇവിടെ ജീവിച്ചു എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും ആ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ ഒരു കഥ കാരണമാണ് നമ്മളിവിടെ എത്തിയതും ഇവര് വർഷങ്ങൾക്ക് മുന്നേ ഒഴിഞ്ഞു പോയതും. വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 10 പതിറ്റാണ്ടുകൾക്ക് മുന്നേ അവർ ഒഴിഞ്ഞു പോയിരിക്കുന്നു ഗ്രാമത്തിൽ അല്ലേ? സാറിന്റെ ഒരു ചെറുപ്പക്കാലം എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല. അത്ര വലിയ പ്രായമൊന്നും ഇല്ല. എന്നാ നീ വയസ്സനാക്കണ്ടെന്നല്ലേ? റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞ്. അപ്പൊ ഇതൊക്കെയാണ് ചെറിയ ചെറിയ തമാശകള്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇതിന്റെ കഥയിലേക്ക് വരല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ ഗ്രാമത്തിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഒരു 60-70 വർഷം മുന്നേ ഉള്ളൊരു കഥയാണ് ഈ ഒരു ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പല ഗ്രാമങ്ങളോട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആള് ഒഴിഞ്ഞു പോയ ഗ്രാമങ്ങൾ, പല കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത്. പ്രധാനമായിട്ടും വെള്ളം കിട്ടാതെ വന്നിട്ടുള്ള ഗ്രാമം. ഒരാൾ മാത്രം ജീവിച്ചിരുന്ന ഒരു ഗ്രാമത്തിൽ നമ്മൾ അവിടെയും പറഞ്ഞ പോലെ വെള്ളമാണ് പ്രധാന പ്രശ്നം. പിന്നെ ചില ഗ്രാമങ്ങളിൽ അന്നത്തെ കാലത്ത് ഈ പട്ടിണി മൂലം ഗ്രാമം ഉപേക്ഷിച്ചു പോയി. കാരണം കൃഷി ചെയ്യാനായിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങൾ വരിക. അങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രാമത്തിന് അങ്ങനെ ഒരു കഥയല്ല. അങ്ങനെയല്ല. അതായത് ഒരു 65-70 വർഷം മുന്നേ ഈ ഗ്രാമം അത്യാവശ്യം ധനാഢ്യന്മാരുടെ ഗ്രാമമായിരുന്നു. അതായത് ഇതിന് ചുറ്റും കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് പരുത്തി, നെല്ല്, ചോളം ഇതൊക്കെയായിരുന്നു.
എത്ര ആൾക്കാരോട് ജീവിച്ചിരുന്ന ഗ്രാമത്തിൽ? ഇവിടെ ഏകദേശം ഒരു 100-നും 200-നും ഇടയിൽ കുടുംബങ്ങൾ ഉണ്ടായിരുന്നാണ് നമ്മുടെ മണിയണ്ണൻ പറഞ്ഞത്. കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേറെ ജനസംഖ്യ ഉണ്ടാവും. ഇത് വലിയൊരു ഗ്രാമമായിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി സമീപപ്രദേശങ്ങളെ കുറച്ച് ഒരു 5-8 കിലോമീറ്റർ ഒക്കെ ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമത്തിന്റെയൊക്കെ ഒരു പഞ്ചായത്ത് കൂടുതൽ ഇവിടെയായിരുന്നു. പഞ്ചായത്ത് നിലനിന്നിരുന്ന സ്ഥലത്തായിരുന്നു. അത്രയും വലിയൊരു ഗ്രാമമായിരുന്നു. അപ്പം അത്രയും വലിയ ഗ്രാമവും അത്രയും ധനാഢ്യന്മാരും താമസിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഗ്രാമത്തിൽ അന്ധകാലത്തിൽ ആ ഒരു സമയത്ത് പുറത്തുനിന്ന് ഈ ഗ്രാമത്തിന് ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നല്ല, ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവരുടെ വീടുകൾ കൊള്ളയടിച്ചിട്ട് ഇവരുടെ ധനങ്ങളെല്ലാം, അതായത് അന്ന് അവർ സൂക്ഷിച്ചിരുന്നത് കുറേ അമൂല്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്വർണം പോലെയുള്ള രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു രത്നങ്ങളൊക്കെ ഇവിടെ നിന്ന് മോഷ്ടിച്ച് ആ ആൾക്കാർ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. അന്ന് ഇവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മോഷണം പോയി. അപ്പോൾ എൻ്റെ ഒരു ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ, ഗ്രാമവാസികൾ ഉണ്ടായിരുന്ന സമയത്തോ മറ്റൊക്കെയാണ് അവർ കൊള്ള നടത്തിയത്? അങ്ങനെയാണെങ്കിൽ ഒരുപാട് അത്യാഹിതങ്ങൾ ഇവിടെ സംഭവിക്കണ്ടേ? അതാണ് വലിയൊരു ചോദ്യം. എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്. ശരിയാണ്. അതായത് ഇവിടെ നമുക്കറിയാമല്ലോ, ഈ തമിഴ്നാട്ടിൽ പൊതുവെ ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ എപ്പോഴും അവർ മുൻപന്തിയിലാണ്. തിരുവിഴ എന്നാണ് അവർ പറയുക. അതായത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ, ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഇവിടെ അടുത്ത് സമീപ പ്രദേശത്ത് ഒരു, ഞാൻ പറഞ്ഞല്ലോ, 5-8 കിലോമീറ്റർ മാറിയിട്ട് കുറേ ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ആ ഗ്രാമങ്ങളിൽ അന്ന് ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം അടുത്ത ഗ്രാമത്തിലേക്ക് ക്ഷണം ഉണ്ടാവും, അവിടെ പോയിട്ട് ഉത്സവങ്ങൾ കൂടും. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും അറിയാമല്ലോ, അടുത്തൊരു 10 കിലോമീറ്റർ അപ്പുറമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും പോയി ഉത്സവങ്ങളൊക്കെ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലുള്ള ഒട്ടനവധി ആൾക്കാർ ആ സമയത്ത് ഈ പറയുന്ന ഉത്സവങ്ങൾ കൂടാൻ വേണ്ടി പോയ സമയമാണ്. ഇത് കള്ളന്മാർക്കറിയാം അവിടെ ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകും. ആ സമയം കണക്കാക്കിയിട്ടാണ് രാത്രി വന്ന് ഇവർ മോഷണം നടത്തുന്നത്. അതാണ് അപ്പം അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം, പ്രധാന കാര്യം. അല്ലെങ്കിൽ ഈ ഗ്രാമവാസികൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഒരുപാട് അത്യാഹിതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ അവർ കൊള്ളയടിക്കാൻ വരുന്നു, ഇവർ റെസിസ്റ്റ് ചെയ്യുന്നു, അപ്പൊ മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ധനാഢ്യന്മാരുടെ ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അന്നത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വീടുകളായിരുന്നു. ഇപ്പം തന്നെ നമുക്ക് കാണാം, അന്ധകാലത്തിൽ ഇതുപോലത്തെ വീട് പണിയണമെങ്കിൽ അപ്പം കാശുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഒരു 65 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ വീടുകളുടെ ഈ അവശിഷ്ടങ്ങൾ തറ മാത്രം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും വലിയ ധനാഢ്യന്മാർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. അപ്പോൾ ഈ കള്ളന്മാർ വന്ന സമയത്ത് അവരെന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഇരുമ്പ് പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ലോക്ക് ചെയ്യാനൊക്കെ ഒരു പ്രത്യേക സിസ്റ്റം, ലോക്കർ, ഇരുമ്പ് പെട്ടികൾ കൊണ്ടുള്ള ലോക്കർ. അപ്പോൾ അവർ പൊട്ടിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഇവർ വന്ന അന്നത്തെ കാലത്ത് മിക്കവാറും പഴയ ട്രാക്ടറോ അല്ലെങ്കിൽ ജീപ്പോ അങ്ങനെയുള്ള വാഹനങ്ങളായിരിക്കാം. അങ്ങനത്തെ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോക്കറിൽ ഈ ഇരുമ്പിൻ്റെ വടോ എന്തോ ഒരു സംഭവം വെച്ചിട്ട്, റോപ്പ് വെച്ചിട്ട് കെട്ടിയിട്ട് വലിച്ചിട്ടാണ് തുറന്നത്. അത്രയും മൂല്യമുള്ള സാധനങ്ങളാണല്ലോ. അങ്ങനെ അവർ അതിനകത്ത് സൂക്ഷിച്ചിട്ടുള്ള രത്നങ്ങളും സ്വർണവും ഒക്കെ എടുത്തിട്ട് പോയി. മാത്രമല്ല, അത് 1-2 ധനാഢ്യന്മാരുടെ, പ്രധാനപ്പെട്ട ധനാഢ്യന്മാരുടെ വീട്ടിൽ നിന്ന്. പിന്നെ ഇതിനോട് ചേർന്നുള്ള ഇപ്പം 10-20 കുടുംബങ്ങൾ സാധാരണക്കാരുണ്ട്. ആ സമയത്ത് സാധാരണ വീടുകളിൽ കയറിയിട്ടും അവരുടെ ചെറുതാണെങ്കിൽ പോലും ഇപ്പം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്ത് കിട്ടുന്ന വരുമാനം അവരൊക്കെ അലമാരയിലൊക്കെയാണ് സൂക്ഷിക്കുന്നത്. ബാങ്കുകളൊന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞാൽ വലിയ വ്യാപകമായ ബാങ്ക് ഉണ്ടെങ്കിലും ആരും അങ്ങനെ ബാങ്കിലൊന്നും കൊണ്ടിടുന്ന സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ എന്ത് ചെയ്തു, ആ വീടുകളിൽ നിന്നും കൊള്ളയടിച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഇവരിങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വെളുപ്പാങ്കാലത്തേക്ക് ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു വലിയൊരു മോഷണം ഈ ഒരു ഗ്രാമത്തിൽ നടന്നതായിട്ട് അവർ അറിയുകയും ഗ്രാമം മുഴുവൻ കൊള്ളയടിക്കപ്പെടുകയും അങ്ങനെ ഒരു അവസ്ഥ. അങ്ങനെ ആകെ ഈ ഒരു ഗ്രാമത്തിന് ഒരു എന്താ പറയുക, ഒരു നാശം സംഭവിച്ചു തുടങ്ങി. പിന്നെ അവർക്കൊരു പേടിയായി. എന്നുവെച്ചാൽ ഇവിടെ കൃഷി ചെയ്തിട്ട് ഇനി ഇതുപോലെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുക. കാരണം ഇതൊരു ഒറ്റപ്പെട്ട, ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് സംഭവിച്ച കൊള്ള, പിന്നെ കൊള്ളയെ തുടർന്ന് അവർക്കുണ്ടായിട്ടുള്ള ഭയം. ആ ഒരു ഭയത്തിൽ നിന്നാണ് അവർ ഈ ഗ്രാമം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു കാരണം, പ്രധാനമായിട്ടുള്ള. അതായത് എല്ലാവരും ആ സമയത്ത് പോയില്ല. പിന്നീട് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇവരെ കുറേ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയല്ലോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, വാനം പാത്ത് കൃഷി ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത്. വ്യവസായം ചെയ്യുന്ന ആൾക്കാരാണ്. വാനം പാത്ത് പറഞ്ഞാൽ നമ്മുടെ മഴ അനുസരിച്ചിട്ടാണ് പല കൃഷി രീതികളും ഇവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്രയും കഷ്ടപ്പെട്ട ഒരു കർഷകന് ഈ സ്ഥലത്ത് കൃഷി ചെയ്ത് കിട്ടുന്ന വരുമാനം അവർക്കത് പിന്നീട് അങ്ങോട്ട് തികയാതായി. കാരണം മഴയുടെ ലഭ്യതകൾ കുറഞ്ഞു വന്നു. അറിയാം, നമുക്കത് തന്നെ അറിയാം. ഇപ്പം റീസെൻ്റായിട്ട് കാലാവസ്ഥകളൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴയ കാലാവസ്ഥയാണ് കേരളത്തിൽ. എപ്പോൾ മഴ പെയ്യും, എപ്പോൾ വെയിലുണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. പൊതുവേ അല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ മാറ്റം വരുന്നതിന് മുന്നേ തന്നെ തമിഴ്നാട്ടിലെ ഈ മധുര, വിരുദനഗർ,
തൂത്തുക്കുടി ഈ സ്ഥലങ്ങളിലൊക്കെ പൊതുവെ നല്ല വരണ്ട കാലാവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ വാനം പാത്തിട്ടാണ് അവർ ചെയ്യുന്നത്. മഴ എപ്പോൾ വരുന്നു അപ്പോൾ കൃഷി ഇറക്കിയ മാർഗമുള്ളൂ, ജലസേചന മാർഗമൊന്നും അവർക്ക് ഇല്ല. ഇനി ചില ആൾക്കാർ ചോദിക്കും ബോർ അടിച്ചു കഴിഞ്ഞാൽ പറ്റില്ലെന്ന്. ബോറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വാട്ടറാണ്. ഹാർഡ് വാട്ടറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കൃഷിക്കും പറ്റില്ല, ഈ പറയുന്ന കുടിക്കാനും പറ്റില്ല, കുളിക്കാനും പറ്റില്ല. അത്യാവശ്യം നല്ല ഹാർഡ് വാട്ടറാണ്. അപ്പോൾ സാധാരണ രീതിയിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ അവർ കൊടുത്തിട്ടാണ് കുടിവെള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഓരോരുത്തർ ഒഴിഞ്ഞു പോയ സമയത്ത് സംഭവിച്ച അടുത്ത കാര്യം എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റെ കാര്യം സംഭവിച്ചു. കുറച്ച് വീടുകളെ ഉള്ളൂ എന്ന് പറഞ്ഞ് കുടിവെള്ളം എത്താതായി തുടങ്ങി. അതോടുകൂടി ബാക്കിയുള്ള ആൾക്കാരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത്. നേരത്തെ കുടിവെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം 100-200 കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ ആ സമയത്ത് കുടിവെള്ളം സർക്കാർ ഇവിടെ എത്തിച്ചിരുന്നു. പിന്നീട് ഓരോരുത്തർ ഒഴിഞ്ഞു പോയപ്പോഴത്തേനും കുറച്ച് കുടുംബങ്ങളായി മാറി. അപ്പോൾ അവിടെ 1-2 കുടുംബങ്ങൾ മാത്രമാകുമ്പോൾ അത് പ്രായോഗികമല്ലാതെ വരും. കാരണം അവർക്ക് ചെലവും കൂടുതലാണ്. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും കുടിവെള്ളം കിട്ടാതായി, പിന്നെ കൃഷിക്ക് യോഗ്യമല്ലാത്ത മണ്ണായി തുടങ്ങി. അങ്ങനെ ഈ ഗ്രാമം അങ്ങ് ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് ആൾക്കാരെല്ലാം ഈ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ എവിടെയാണ് അവർ താമസിക്കുന്നതെന്നോ ഏത് ദേശത്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇങ്ങനെ അവർ മറ്റ് ഗ്രാമങ്ങളുടെ ഭാഗമായി തീർന്നിട്ടുണ്ടാവും. വിരുന്നുകാരിലേക്കോ മധുരയ്ക്കോ ഈ പറയുന്ന തൂത്തുക്കുടിക്കോ ഏതെങ്കിലും മേഖലയിലേക്ക് അവർ പോയിട്ടുണ്ടാവും. ഇത് അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് നമ്മളിതിലേക്ക് നടന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും ഒക്കെയാണ്. ഒരു കാലത്ത് ഒരുപാട് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നതും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ തകർന്ന് നിലംപരിശായി കിടക്കുന്ന നമ്മളിപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല, നല്ല വലിയ ചില വീടുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ധനാഢ്യന്മാരുടെ വീടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പല വീടുകളുടെ ഒരു തറ നമുക്ക് കാണുമ്പോഴും അത് നമുക്ക് ബോധ്യമാവുന്നതാണ് അത് എത്രത്തോളം വലിയ വീടുകളായിരുന്നെന്ന്. ഒരുപക്ഷെ അവർ കർഷകർ മാത്രമല്ലായിരിക്കും, അവർ വ്യാപാരികളുമൊക്കെ ആയിരുന്നായിരിക്കും. വ്യാപാരമൊക്കെ നടത്തുമ്പോഴാണല്ലോ അവർക്ക് ഇത്രയും ധനം വരുന്നത്. ഒരു സാധാരണ കർഷകരെ സംബന്ധിച്ച് ധനം ഒരുപാടങ്ങ് കുമിഞ്ഞു കൂടത്തില്ല. എന്നാൽ വ്യാപാരം നടത്തുന്ന ആൾക്കാർക്ക് ധാരാളം ധനം ഉണ്ടാകാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഗ്രാമത്തിൽ കർഷകരെ കൂടാതെ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആൾക്കാരും താമസിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കൊള്ളക്കാർ വന്ന് വജ്രങ്ങളും സ്വർണമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്ന ആ കഥ അർത്ഥമാക്കുന്നത്. ഇപ്പം എന്തായാലും സാറേ, നമുക്കിനി കുറച്ചുകൂടിയൊക്കെ നടക്കാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പം തൽക്കാലം ഒരു ചെറിയ വീട് കണ്ടപ്പോൾ ഇവിടെ കയറി നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇതിന്റെ പിന്നിലെ ഒരു കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നും കൂടി നടന്ന് നമുക്ക് കാണാം. അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ പണ്ട് കൃഷി ചെയ്തിരുന്ന കൃഷിഭൂമികളൊക്കെ കാണാം. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ നമുക്ക് കാണണ്ടേ? അപ്പോൾ അങ്ങോട്ട് നടന്നല്ലോ. അതെ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഇടിഞ്ഞ പൊളിഞ്ഞ വീട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നാലും ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി ഈ ഓടുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ആൾത്താമസം ഇല്ലെങ്കിലും ഓടുകൾ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അന്നത്തെ കാലത്തെ ഒരു നിർമ്മാണ രീതി നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കുമ്മായൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തിക്കൊക്കെ നല്ല കനമുണ്ട്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കിളിവാതിലുണ്ട്. ഈ കിളിവാതിലിൽ തന്നെ ഈ ഒരു വീതി നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഏകദേശം ഈ ഒരു കനം വീതിയുണ്ട് ഈ കാണുന്ന കിളിവാതിലിന്. അത്യാവശ്യം നല്ല വീതിയുള്ളൊരു കിളിവാതിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കനത്തിലാണ് ഈ ഒരു ഭിത്തിയൊക്കെ പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്ന നല്ല കനത്തിൽ തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. കഴിക്കോലാണെങ്കിലും ഈ പറയുന്ന തെങ്ങിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടാണ് കഴിക്കോലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്തേക്ക് നിർമ്മാണ രീതിയെക്കുറിച്ച് പറയണോ? എന്തായാലും ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പണിയുന്നത്. അത് നല്ല സ്ട്രോങ് ആയിട്ട് കാലാകാലത്തേക്ക് നിലനിൽക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഈ വീടുകളൊക്കെ പണിതിരിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീടുകൾക്കൊന്നും അധികം ക്ഷതം സംഭവിക്കാത്തത്, അതായത് കേടുപാടുകളൊക്കെ ഒന്നും സംഭവിക്കാത്തത്. പിന്നെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഇവിടെ അത്യാവശ്യം വീടുകളുണ്ടായിരുന്നു. ഏകദേശം ഒരു 150-200 അടുത്ത് വീടുകളുണ്ടായിരുന്നു. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാതിലുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് വീട് നമ്പറുകൾ. അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്ര വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. മാത്രമല്ല ഇലക്ട്രിസിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ. ആൾത്താമസം ഇല്ലെങ്കിലും ഇലക്ട്രിസിറ്റി ഉണ്ട്. മീൻസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അതിൻ്റെ ലൈൻസൊക്കെ വലിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പോസ്റ്റും അതോടൊപ്പം തന്നെ കേബിൾസൊക്കെ വലിച്ചേക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നത്തെ കാലത്തെ നിർമ്മാണ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇത്രയും വർഷം പഴക്കമുണ്ട്. ഇപ്പോഴത്തെ പോസ്റ്റുകളൊക്കെ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളതൊക്കെ.
ഇങ്ങനെ കുറച്ച് വീടുകളുണ്ട് നിലവിൽ. മാത്രമല്ല ഈ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് പണ്ടുണ്ടായിരുന്ന വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ട് തറ മാത്രം നമുക്ക് കാണാനായിട്ടും കഴിയും. അങ്ങനെയുള്ള കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പം എന്തായാലും നമ്മളൊരു വീടിനകത്ത് കയറിയപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും കുറച്ചുകൂടിയൊക്കെ നടന്ന് മറ്റ് കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. പാമ്പുണ്ടോയെന്നുള്ളതാണ് സൂക്ഷിക്കേണ്ടത്. അണലി പെറ്റി കിടക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന പോലെ കേട്ടിട്ടില്ലേ പഴയ വീടുകളിലൊക്കെ? പേടിയെ കയറാനായിട്ട്. അതുകൊണ്ട് ഒരുപാടങ്ങ് കയറണ്ട. ഈശ്വര, ഓ അരണ എന്നെ പേടിപ്പിക്കുമല്ലോ. അരണയല്ല, ഓന്ത ഓടിപ്പോയതെന്ന് തോന്നുന്നു. ഓ ഈ വീടൊക്കെ നല്ല വീടായിരുന്നു. പഴയ കാലത്തെ ഒരു നിർമ്മിതിയെ ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുക. ഈ ഭിത്തിക്ക് നല്ല കനമുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊന്നും അങ്ങനെ കേടുപാട് സംഭവിക്കാതെ ഇപ്പോഴും നിൽക്കുന്നത്. 50 വർഷമൊക്കെ പഴക്കമുണ്ടെങ്കിലും നല്ല കനത്തിലാണ് ഈ ഭിത്തിയൊക്കെ പണിതിരിക്കുന്നത്. എൻ്റെ പൊന്നേ മതി. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റൂമുകളൊന്നുമില്ല. ഒരു വലിയ ഹാള് കാണാം. പിന്നെ അതിൻ്റെ തൊട്ടുപുറകിൽ ഒരു മുറിയുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു മുറിയുണ്ട്. പിന്നെ ഇതൊരു അടുക്കളയാണ്. ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ആദ്യമേ കാണാൻ കഴിഞ്ഞത് ഒരു അടുക്കളയാണ്. എൻ്റെ ഒരു ധാരണ വെച്ചിട്ട് ഇതിൻ്റെ മുന്നിലേക്ക് മുറികളുണ്ടായിരിക്കണം. അതൊക്കെ ഇടിഞ്ഞു പോയതായിരിക്കും. അപ്പോൾ ഈ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇത് അടുക്കളയും അത് മുറി, അങ്ങോട്ടൊക്കെ ഹാള്, മുറികളൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു വീടിനെ നമുക്ക് കാണാൻ കഴിയും. ഇതും അധികം താമസിക്കാതെ മീൻസ് ഒരു 10 വർഷം കൊണ്ട് ഇതും പൂർണ്ണമായിട്ടും നശിച്ചു പോകുമായിരിക്കും. എന്തായാലും നല്ലൊരു വീടായിരുന്നു. എന്താ ചെയ്യുക, പോയി. ഓരോ വീടിൻ്റെ അവസ്ഥകളല്ലേ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ടോ എന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് വീടുകളുണ്ടല്ലോ. ഇവിടെയൊക്കെ വീടുകളുണ്ട്. പൊളിഞ്ഞു പോയെങ്കിലും ഇതിനൊക്കെ ഉടമസ്ഥരുണ്ടാവും. അവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല എന്നുള്ളൂ. പക്ഷേ പറഞ്ഞു വന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ആൾക്കാർ കയ്യേറാതിരിക്കാനായിട്ടായിരിക്കണം ഇവർ വർഷമോ അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പോഴൊക്കെ വന്ന് ഇതുപോലെ വെട്ടി ക്ലിയർ ചെയ്യുന്നത്. കാരണം ഇത് കാട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും വന്ന് കയ്യേറിയിട്ട് ഇവരുടെ സ്ഥലം സ്വന്തമാക്കും. ഈ ഭാവിയിൽ എന്തെങ്കിലും ഇവരൊക്കെ ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ താമസിക്കണം എന്ന് ആഗ്രഹമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, മക്കളൊക്കെ വന്ന് ഇവിടെ താമസിക്കണമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വരാമല്ലോ. മാത്രമല്ല കുറച്ച് ഭൂമി ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പിന്നെ ഈ കാണുന്ന ഈ കരിവേലച്ചെടിയൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം. അതിനൊക്കെ മുതിരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഇവിടെയൊക്കെ ഇപ്പോൾ വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഈ 100 നാൾ വേല എന്ന് പറയുന്ന ഒരു സംവിധാനം തമിഴ്നാട് സർക്കാർ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരായിരിക്കും മിക്കവാറും ഈ കാണുന്ന രീതിയിൽ ഇതൊക്കെ വെട്ടി ക്ലിയർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സമീപകാലത്ത് വാഹനങ്ങൾ വന്നതിൻ്റെയൊക്കെ വീലിൻ്റെ പാടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വെട്ടി ക്ലിയർ ആക്കിയിട്ട് അവരവരുടെ പ്രോപ്പർട്ടികൾ, അതായത് ആരൊക്കെയാണോ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് പണ്ട്, അവരുടെ പ്രോപ്പർട്ടികൾ മുഴുവൻ വെട്ടി ക്ലിയർ ആക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാഴ്ചയിൽ. പക്ഷേ ചൂടും അതോടൊപ്പം തന്നെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങളൊക്കെ അവർ വൃത്തിയാക്കുന്നുണ്ട്. വീടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒന്നേന്ന് പൊളിച്ച് പണിയണം ഇനിയൊരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഇവരുടെ കൃഷിസ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. കൃഷിസ്ഥലങ്ങൾ മാത്രമല്ല, ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതൊക്കെ വീടിൻ്റെ തറയാണ്. ഇതെല്ലാം പൊളിഞ്ഞു പോയി. ഇപ്പോൾ കാണിക്കാനായിട്ടൊന്നുമില്ല. ഈ ഒരു കരിവേലച്ചെടി മുഴുവനും ഈ ഭാഗത്ത് വളർന്ന് നിൽക്കുകയാണ്. നല്ല മുള്ള ഉണ്ടോ, തൊട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് സൈഡ് പറ്റുകയാണെങ്കിൽ പോകാം ഈ ഭാഗത്തൂടെ. അപ്പോൾ ഇവിടെ ആൾത്താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന രീതിയിൽ ഈ കരിവേലച്ചെടി അല്ലെങ്കിൽ ഈ മുള്ളുചെടി ഇവിടെ മുഴുവനും വളർന്നിരിക്കുന്നത്. പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് നോക്കത്താ ദൂരത്ത് വിശാലമായിട്ട് ഇത് കൃഷി ചെയ്തിരിക്കുന്ന പോലെയാണ്. അത്രയും ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. എൻ്റെ പൊന്നേ മതി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ തറ നിലനിന്നിരുന്ന ഒരു ഭാഗത്താണ്. കണ്ടോ, ഇതൊക്കെ തറയായിരുന്നു കേട്ടോ. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം. കുറ്റികളും അതോടൊപ്പം തന്നെ പഴയ വീടിൻ്റെ പൊളിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഇപ്പം ആൾത്താമസം ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ 100-200 കുടുംബങ്ങൾ അടുപ്പിച്ച് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ടായിരുന്നു. ആ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പൊളിഞ്ഞിടക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പോയി പണി മേടിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ കൃഷി ചെയ്യാം. വെള്ളമാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. എന്താ ചെയ്യാൻ പറ്റുക? ഈ മഴയെ ആശ്രയിച്ചാണ് ശരിക്കും തമിഴ്നാടൊക്കെ കൃഷി ചെയ്യുന്നത്, കൃഷി ഇറക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഭൂമി മഴയില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അല്പം വെള്ളം കുറവ് വേണ്ടത്
നമ്മുടെ പരുത്തി കൃഷിക്കാണ്. പരുത്തി കൃഷിക്ക് അധികം വെള്ളം വേണ്ട എന്നും പറഞ്ഞ് തീർത്തും വെള്ളം വേണ്ടെന്നല്ല, മറ്റ് കൃഷി രീതികളെ വെച്ച് നോക്കുമ്പോഴത്തേനും അധികം വെള്ളം വേണ്ടാത്തതാണ് പരുത്തി. അതുകൊണ്ട് കുറേ ഭാഗങ്ങൾ ഇതിൻ്റെ അപ്പുറത്തൊക്കെ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പരുത്തി കൃഷി ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത് മിക്കവാറും പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഒരു മണ്ണാകാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നും ഇവിടെ അങ്ങനെ കൃഷി ചെയ്യുന്നത് കാണുന്നില്ല കേട്ടോ. പിന്നെ കുറേ ഭാഗങ്ങളിലൊക്കെ ചോളമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ചോളം, പരുത്തി ഇതൊക്കെ തന്നെയാണ് പ്രധാന കൃഷി. പച്ചക്കറികളൊന്നും എന്തായാലും ഇവിടെ പറ്റില്ല, 100% ഉറപ്പാണ്. അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വെള്ളം വേണം. അപ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുന്നത് അവരുടെ ജീവനാടി തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇവിടെയൊന്നും ഇനി കൃഷി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുമ്പം ഒരു സങ്കടം തോന്നുന്നു. എന്തായാലും ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഉപേക്ഷിച്ച് പോയി, ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കരിവേലം കയ്യേറി വളർന്നുകൊണ്ടിരിക്കുന്ന പഴയ അവരുടെ കൃഷിയിടങ്ങളൊക്കെ. അങ്ങനെ ആ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതാ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നശിച്ചു, പൂർണ്ണമായിട്ട് നശിച്ചുപോയി. ബിൽഡിങ് ഇടിഞ്ഞ് കണ്ടോ താഴേക്ക് പോയിട്ടുണ്ട്. ചുടുകെട്ടാണ്ട് കേട്ടോ ഇവിടെയൊക്കെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പിന്നെ വെട്ടി കുറച്ചൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അവർ. കണ്ടോ ഇതൊക്കെ വീടുകളായിരുന്നു, ഇതൊക്കെ അങ്ങോട്ട് നശിച്ചു പോയിരിക്കുകയാണ്. അകത്തേക്കൊന്നും കയറുന്നില്ല കേട്ടോ. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഇതും ഏകദേശം ഒരു അത്യാവശ്യം പൂർണ്ണമായിട്ട് നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. താമസിക്കാനായിട്ട് യോഗ്യമല്ല, അത്രയും പൂർണ്ണമായിട്ട് നശിച്ചു പോയി. തൂണുകളും ചുമരുകളൊക്കെ മറിഞ്ഞു പോയിരിക്കുകയാണ്. അകത്തേക്കൊക്കെ മുറികളുണ്ട്. എന്തായാലും ഇതൊക്കെ നശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്, ആ ഒരു ഭാഗത്തൊക്കെ 1-2 വീടുകളുണ്ട്. കുറേ വീടുകളുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് വീടുകളൊക്കെ കാണാം നമുക്ക്. അങ്ങോട്ടും കുറേ വീടുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി അങ്ങോട്ടൊക്കെ നടന്ന് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അമ്മേ, ഇതുകൊണ്ടോ പൂർണ്ണമായിട്ടും നശിച്ചൊരു വീട് നമുക്ക് കാണാൻ കഴിയും. വാതിൽ പോലും ഇല്ല, എല്ലാം പോയി. അത്രമാത്രം നശിച്ചു പോയിരിക്കുകയാണ്. ഈ വീടിനകത്ത് മുൾച്ചെടികളും മാത്രമല്ല ആര്യവേപ്പ് മരമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും നശിച്ചു പോയിരിക്കുകയാണ് വീട്. കഴിക്കോല് മാത്രം 1-2 മുകളിൽ ഉയർന്നിപ്പുണ്ട്, ബാക്കിയെല്ലാം പൂർണ്ണമായിട്ട് നശിച്ചുപോയി. ഇതൊരു പൂർണ്ണമായിട്ടും നശിച്ച വീട് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അത്രയും നശിച്ചുപോയി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. വയറിങ്ങൊക്കെ അങ്ങ് താഴെ കിടപ്പുണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമില്ലായിരിക്കും. അകത്ത് കയറി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കില്ലായിരിക്കും. ലൈൻസൊക്കെ പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. കറണ്ട് ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. ഇനി ഇങ്ങോട്ടങ്ങ് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഉയർന്ന അല്ലെങ്കിൽ ധനാടീൻ്റെ ഒരു വീടുണ്ട് കേട്ടോ. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വീടാണ്. അതിൻ്റെ ഒരു നിർമ്മാണ രീതി കണ്ടിട്ട് ഏതെങ്കിലും ഒരു ധനാടിൻ്റെ വീടായിരുന്നായിരിക്കണം. അതിൻ്റെ വാസ്തുശില്പ ശൈലിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് കയറാനായിട്ട് സാധിക്കില്ല കേട്ടോ, കാട് പിടിച്ച് കിടക്കുക. നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളെ കാണാൻ സാധിക്കുള്ളൂ. ഇതിലേ ഒരു വഴി കിടപ്പുണ്ട്, പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം വലിയൊരു വീടാണ് കേട്ടോ. തറ കാണുമ്പോൾ അറിയാം, അത്യാവശ്യം നല്ല ഒരു വലിയ വീടാണ്. അകത്തൊക്കെ ഇപ്പം മുന്നേ പറഞ്ഞതുപോലെ കരിവേലച്ചെടി അല്ലെങ്കിൽ ആ ഒരു മുള്ളുചെടി, പിന്നെ ആര്യവേപ്പിൻ്റെ മരങ്ങളൊക്കെ വളരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഗ്രാമത്തിലൂടെ നടന്ന് കണ്ടതിൽ അത്യാവശ്യം ഒരു വലിയ വീട് തന്നെയാണ് ഈ കാണുന്നത്. നമ്മൾ ഇത്രയും നേരം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് പകുതി നശിച്ച വീട് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന വീട് അതൊക്കെയായിരുന്നു. എന്നാൽ പൂർണ്ണമായിട്ടും നശിച്ച ഒരു വീടിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ വലിയ ഒരു മരം വന്നേക്കുകയാണ് ആര്യവേപ്പിൻ്റെ. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം പൊളിഞ്ഞ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തൂണുകളും പിന്നെ ഈ പറയുന്ന ഇവരുടെ ഭിത്തികൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങൾ. പിന്നെ ചുടുകെട്ടുകൾ, വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചുടുകെട്ടുകളൊക്കെ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ വീട് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പൂർണ്ണമായും നശിച്ച വീട് തന്നെയാണ്. ആകെയുള്ളത് തറ മാത്രമാണ്. അപ്പോൾ എന്തായാലും അന്നത്തെ കാലത്തെ ഒരു വീടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ മറ്റൊരു വീടിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു മെയിൻ ഡോറാണ്. കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും 200 വീടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത്. 200-ന് മേലെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം 216 എന്ന് പറഞ്ഞ നമ്പർ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് 216-ാമത്തെ വീടാണ് അന്നത്തെ കാലത്ത്. പഴയ ഒരു ഡോറ് പൊളിഞ്ഞു പോകേണ്ട തുടണ്ട, പഴയൊരു ഡോറ് നമുക്ക് കാണാം. നിലവിൽ ഇത് പൂട്ടിയിരിക്കുകയാണ്. ഇത് പുതിയ കാലത്ത് പൂട്ടാൻ തോന്നുന്നു, സമീപകാലത്ത് മേടിച്ച് പൂട്ടാണ്. ആ ഒരു രീതി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് 216-ാം നമ്പർ വീടായിരുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ ഗ്രാമത്തിലൂടെയൊക്കെ നടന്ന് മടുത്ത് ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഇരിക്കുകയാണ്, വിശ്രമിക്കുകയാണ്. എൻ്റെ അമ്മോ, ഞാൻ മടുത്തു കേട്ടോ. സാർ, ഈ അടുത്തിടയ്ക്ക് ഇത്രയും ക്ലേശം പിടിച്ചൊരു യാത്ര ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്നലെ അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയായിരുന്നു. ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ചൂട് തന്നെയാണ്. ഒന്നാമത് ഇതൊരു ചൂടുള്ള പ്രദേശമാണ്. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതെ സ്വാഭാവികമായിട്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൂത്തുക്കുടി ഭാഗത്തിൻ്റെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. തൂത്തുക്കുടി അറിയാമല്ലോ, നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ തൂത്തുക്കുടി പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ഏതാണ്ട് ഒരു എയറിഡ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കരിവേലം ഇവിടെ ഒരുപാട് വ്യാപകമായിട്ട് വളരുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്രാമത്തിലൂടെ നടക്കുമ്പോഴേ, അല്ലെങ്കിലും കുറച്ച് നേരം മുന്നേയൊക്കെ നമ്മൾ എല്ലാ വീടുകളും ഒക്കെ പോയി കണ്ടല്ലോ, പൊളിഞ്ഞതും പൊളിയാറായതും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വീടുകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് ആ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നിനക്ക് ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും തോന്നിയിരിക്കുന്നത്. ആ ഒരു കോൺട്രാസ്റ്റാണ്. ഒരു 50-60 കൊല്ലം മുന്നേ ഈ ഗ്രാമം ഇവിടെ സജീവമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. പിന്നെ തീർച്ചയായും ആ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ആ ശബ്ദകോലാഹലങ്ങളും കുട്ടികളുടെ കലപില ശബ്ദങ്ങളും ഒരു വീടുകളിൽ ഉണ്ടാകുന്നിട്ടുള്ള ആ ഒരു സ്പന്ദനങ്ങളും ഒക്കെ ഗ്രാമത്തിൻ്റെതായിട്ടുള്ളൊരു സന്തോഷം, ആ ഒരു സന്തോഷം ഇപ്പോൾ ഇത് തികച്ചും ഒരു ഗോസ്റ്റ് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. പ്രേത ഗ്രാമം എന്ന് പറയാം. അത് ഏതെങ്കിലും ഒരു ഹോളോകോസ്റ്റ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂക്ലിയർ കറ്റാസ്ട്രോഫി ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു നഗരം ആളൊഴിഞ്ഞ്, അല്ലെങ്കിൽ ആളുകളെല്ലാം മരിച്ച് ഒരു പ്രേത നഗരമായി തീരുന്നു. അതിന് ഉദാഹരണമാണ് നമ്മുടെ ധനുഷ്കോടി. അത് ഒരു സൈക്ലോണും സുനാമിയൊക്കെ കൂടെ വന്നിട്ടാണ്. അപ്പോൾ അതേപോലെ ഒരു പ്രേത ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാനതല്ല ആലോചിക്കുന്നത്, ഇവിടെ അന്നത്തെ കാലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ മനസ്സിൽ ഈ ഒരു ഗ്രാമം ഉപേക്ഷിച്ച ആ ഒരു സമയത്ത് പോകുമ്പോൾ, കാരണം ഇത്രയും നല്ല കെട്ടിടങ്ങളും കൃഷി സ്ഥലങ്ങളൊക്കെ അവർ ആ ഒരു സമയത്ത് അവരുടെ ആ മനസ്സിനുണ്ടായിട്ടുള്ള ആ ഒരു ഭീതി അതൊരു ഭയങ്കരമാണ് കേട്ടോ. പിന്നെ ഒരു ഗ്രാമം അവരൊരു തിരുവഴയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് പങ്കുകൊള്ളാനായിട്ട് ഗ്രാമവാസികളെല്ലാം കൂടെ പോകുമ്പോൾ, ഈ ഒരു ഗ്രാമം ഒരു തിരിച്ചു വരുമ്പോഴുള്ള ഒരു അവസ്ഥ, വീടുകളെല്ലാം കൊള്ളയടിക്കപ്പെട്ട് ധനാഢ്യരായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലെ ഈ ചെസ്റ്റൊക്കെ നീ നേരത്തെ പറഞ്ഞല്ലോ, ജീപ്പൊക്കെ വെച്ച് കെട്ടി വലിച്ച് പൊട്ടിച്ച് രത്നങ്ങളും സ്വർണ്ണങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ഭയം, തീർച്ചയായും അത്രയും ഒരു ഭീകരമായൊരു ഭയത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നുപോയതുകൊണ്ട് മാത്രമാണ് അവർ ഇവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുക, നമ്മുടെ ഒരു വീട് വിട്ടിട്ട് നമ്മൾ എത്ര വർഷം കൊണ്ടാണ് ഓരോ മനുഷ്യർ അവരുടെ ഒരു വീടെന്ന് പറഞ്ഞ സ്വപ്നം തീർക്കുന്നത്. പിന്നെ ഈ കള്ളന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, ഈ തമിഴ്നാട്ടിൽ പണ്ട് വ്യാപകമായിട്ട് UP-ന്നോ, അതായത് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു പ്രത്യേക വിഭാഗക്കാരുണ്ട് ഈ കൊള്ളടിക്കാൻ വരുന്നത്. അത് UP മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ തിരുട്ട് ഗ്രാമമുണ്ട്. ഇവിടെ ഉണ്ട്, ശരിയല്ലോ അല്ലേ? UP-ന്ന് വരുന്നത് ശരിയാ, നമ്മുടെ നാട്ടിലേക്കും വരുന്നുണ്ട്. അവര് ഇവിടുത്തെ തിരുട്ട് ഗ്രാമക്കാരെന്ന് പറഞ്ഞാൽ അവരാണോ അന്നത്തെ കാലത്ത് കൊള്ളടിച്ചെന്ന് എനിക്ക് അതിന്റെ കേസൊന്നും നമുക്കറിയത്തില്ല. കേസ് തെളിയിച്ചോ ഇത് പിടിക്കപ്പെട്ടോന്നൊന്നും അറിയത്തില്ല. ഒരുപക്ഷെ പിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പലായനം ചെയ്ത്. ആ ഒരു ഭീതി അത്രത്തോളം അവരുടെ മനസ്സിന്റെ ആഴത്തിൽ അത് വന്നിട്ടുണ്ട് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വീട് വയ്ക്കണമെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഒരു സമ്പാദ്യത്തിന്റെ ഒരു വലിയ സിംഹഭാഗം അവർക്ക് വിനിയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർ ഈ വീടൊക്കെ വിട്ട് ഓടേണ്ടി വരുന്നെങ്കിൽ അത്രത്തോളം ഭീതി അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് പതിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ആസൂത്രിതമായൊരു കൊള്ളയാണെന്നാണ്. തിരുവിഴ സമയത്ത് ഗ്രാമം മൊത്തം ഉത്സവത്തിനവിടെ പോവുകയും ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് ആളൊഴിഞ്ഞ് അവർ ഗ്രാമത്തിൽ വന്ന് ആ വീടുകളെല്ലാം അവർ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പം ആ ഒരു ഭീതി എത്രത്തോളം ആ ഗ്രാമീണരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഈ ഒരു ഗോസ്റ്റ് ഗ്രാമം അല്ലെങ്കിൽ പ്രേത ഗ്രാമമായിട്ടുള്ള ഇതിന്റെ പേര് പോലും ഇപ്പൊ പ്രസക്തമല്ല. ഈ ഗ്രാമത്തിന് ഒരുപക്ഷെ പണ്ടൊരു പേരുണ്ടായിരിക്കാം. ഇപ്പൊ ആളൊഴിഞ്ഞ ഒരു ഭാഗത്തിന് ഒരു പേരുകൊണ്ട് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മൾ ഈ കഥ നമ്മളിങ്ങനെ കേട്ടതാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ പരിസരത്തുള്ള ഒരു പ്രായം ചെന്ന ഒരാളുമായിട്ട് സംസാരിച്ചത് കൺഫേം ചെയ്യുകയും ചെയ്യും, അല്ലേ? അപ്പൊ ഇതൊരു കേട്ടുകേൾവിയല്ല, ഇത് നടന്നൊരു സംഭവം തന്നെയാണ്. നമ്മളത് തീർച്ചപ്പെടുത്തി. അതല്ല, ഈ കാര്യങ്ങളെ കുറിച്ച് മണിയണ്ണൻ എനിക്ക് കഥ പറഞ്ഞു തന്നു ഇത്രയും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ്. അല്ല, നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു പ്രായമായ ഒരാളോട് നമ്മൾ ചോദിച്ചില്ലേ, അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു അത് കൺഫേം ചെയ്യാനുണ്ടായില്ല. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു കെട്ടുകഥ അല്ല, നമ്മളത് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു ഗ്രാമം ഇത്രയും മനോഹരമായ വീടുകളൊക്കെ ഉപേക്ഷിച്ച് ആരെങ്കിലും സാർ കണ്ടില്ല ഭിത്തിയുടെ? അത് മാത്രമല്ല, ഈ ഗ്രാമത്തിലൂടെ പോകുന്ന പാതകളുണ്ടല്ലോ, അതൊക്കെ നല്ല വീതിയേറിയ പാതകളാണ്. അതാണ് അന്നത്തെ കാലത്ത് നമ്മുടെ ഇപ്പൊ സാറിന്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴി വളരെ ചെറിയ വഴിയാണ്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ വലിയ കഷ്ടപ്പെട്ടാണ് വണ്ടികൾ പോകുന്നത്. എൻ്റെ വീട്ടിലെ പോകുന്ന പ്രധാന വഴിയിലൊക്കെ അങ്ങനെയാണ്. 2 കാറ് കഷ്ടി പോയാലായി.
തിരുവനന്തപുരത്ത് ഒട്ടുമിക്ക ഇടവഴികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ വളരെ വിസ്താരമേറിയ വഴികളൊക്കെ ഉള്ള ഒരു ഗ്രാമം. പിന്നെ വരുന്ന വഴിയാണെങ്കിലും നല്ല മനോഹരമായി ടാർ ചെയ്തിട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും വഴി അല്ല, അത് മറ്റ് ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുന്ന വഴിയാണത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അല്ലേ, കാഴ്ചകളും വിശേഷങ്ങളും. എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയല്ലേ. തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു അനുഭവമായില്ലേ. ഇങ്ങനെ ഒരു കാരണം കൊണ്ട് ഒരു ഗ്രാമം ഉപേക്ഷിച്ച് പോയെന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ അതാണ് നമുക്ക് ആശ്ചര്യം തോന്നുമെങ്കിലും എന്നാൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയും കൂടിയാണ്. ഒരുപാട് ആൾക്കാരുടെ അധ്വാനമാണല്ലോ ഒരുപക്ഷെ നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കോണ്ടന്റിനെ കുറിച്ച് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ യാത്ര മുന്നേറുമ്പോഴായിരിക്കും നമ്മൾ ഇപ്പൊ നീ പറഞ്ഞ മണിയണ്ണൻ എന്ന് പറഞ്ഞ് പുള്ളിയായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇപ്പം നമ്മൾ ഒരുപക്ഷെ ഒരു കോണ്ടന്റിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇങ്ങനെയുള്ള ലോക്കൽ കോണ്ടാക്ട്സ് വഴിയൊക്കെ ആണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊരു കോണ്ടന്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ വരുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്. തീർച്ചയായും യാത്ര മുന്നേറുമ്പോൾ അതെ. ശരിക്കും വീട്ടിൽ ഇറങ്ങുമ്പോൾ സാറ് പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല കേട്ടോ ഇറങ്ങുന്നത്. നമ്മൾ ചിലപ്പോൾ മധുരയ്ക്ക് പോകാന്ന് പറഞ്ഞെങ്കിൽ മധുരയ്ക്ക് വരും. മധുരയ്ക്ക് വന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് അറിയാവുന്ന ആൾക്കാരൊക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് പറ്റുവാണെങ്കിൽ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകും. മണിയണ്ണൻ ഈ ഒരു യാത്രയിൽ വരാമെന്ന് വിചാരിച്ചാണ്. അദ്ദേഹം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ നമ്മോടൊപ്പം വന്നേനെ യാത്രയിൽ. മധുരയിൽ ഇല്ലായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്ത് മധുരയാണല്ലോ. മധുരയിൽ നിന്നാണ് ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത യാത്രയിലൊക്കെ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ട് മറ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്നതായിരിക്കും. ഇതുപോലത്തെ കുറേ ഗ്രാമങ്ങൾ അദ്ദേഹത്തിന് അറിയാം. എന്നോട് പറഞ്ഞിട്ട് ഇനിയുണ്ട് ഇതുപോലത്തെ ഗ്രാമങ്ങൾ. മീൻസ് ഇങ്ങനത്തെ കഥയുള്ള ഗ്രാമങ്ങളല്ല, ഉപേക്ഷിച്ച് പോയ ഗ്രാമങ്ങളുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ കഥകളുണ്ടാവും. അതൊക്കെ നമുക്ക് യാത്രകളിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ഒഴിഞ്ഞുപോയ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. വേറെ എന്തെങ്കിലും ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിനി വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. അത് ശരിയാണല്ലോ അല്ലേ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോയി വിശ്രമിക്കണം. അപ്പൊ ഇന്നത്തെ പരിപാടി ഇന്ന് അവസാനിപ്പിക്കാം അല്ലേ? ഇനിയിപ്പോ വേറെ ഒന്നും ഇല്ലല്ലോ. ഞാൻ മടുത്തു. എന്റെ പൊന്നെ സാറേ, ഞാൻ മടുത്തു, അത്രയ്ക്ക് മടുത്തു കേട്ടോ. കാരണം ഈ ചൂട് കൊണ്ടിട്ടേ വെള്ളം കുടിച്ചിട്ടൊന്നും ഏക്കുന്നില്ല അങ്ങോട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇനി അധികം മടുക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് സ്ഥലം കഴിയാക്കുന്നല്ലേ വൈൻഡപ്പ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മറ്റ് കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ. യെസ്, ബൈ.